കോട്ടയം ടെക്സ്റ്റൈൽസ് വേദഗിരി സ്പിന്നിംഗ് മില്ലിന് കീഴിൽ പ്രവർത്തിച്ചിരുന്ന എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിക്ഷേപിച്ച 2,60,00,000 രൂപ നിക്ഷേപകർക്ക് തിരികെ നൽകാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ഈ ആവശ്യം ഉന്നയിച്ച നിക്ഷേപകരും പൊതുപ്രവർത്തകരും അധികൃതർക്കടക്കം നിവേദനം നൽകി കാത്തിരിക്കുകയാണ്. കോട്ടയം ടെക്സ്റ്റൈൽസിലെ മുൻ ജീവനക്കാരനും തൊഴിലാളി നേതാവും NCP സംസ്ഥാന സെക്രട്ടറിയുമായ കാണക്കാരി അരവിന്ദാക്ഷനാണ് ഇത് സംബന്ധിച്ച് അധികൃതർക്ക് പരാതി നൽകിയിരുന്നത്. കോട്ടയം ടെക്സ്റ്റൈൽസ് അവിടെ സ്പിന്നിങ് മില്ല് പ്രവർത്തിച്ചിരുന്നു. നല്ല രീതിയിൽ പ്രവർത്തിച്ചൊരു മില്ലാണ്. പക്ഷേ മില്ല് ഇടക്കാലം കൊണ്ട് തൊഴിൽ പ്രശ്നമൊക്കെ കൊണ്ട് പൂട്ടപ്പെട്ടു പോയി കഴിഞ്ഞ് രണ്ടാമത് വീണ്ടും സർക്കാരിൽ നിന്നും പല നിവേദനങ്ങളും കൊടുത്ത് MLA ഒക്കെ ഇടപെട്ട് വീണ്ടും മില്ല് പ്രവർത്തിക്കാൻ വാസവൻ ചേട്ടനൊക്കെ ഇടപെട്ടാണ് മില്ല് വീണ്ടും തുറന്ന് പ്രവർത്തിക്കാനുള്ള നടപടിയും കോടിക്കണക്കിന് രൂപ മില്ലിലും കൊടുത്ത് മില്ലിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു. പൂട്ടപ്പെട്ട മില്ല് തുറന്നിട്ടും അവിടെ സൊസൈറ്റി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. ആ സൊസൈറ്റി രജിസ്റ്റർ ചെയ്ത സൊസൈറ്റി അവിടെ സമീപവാസികളായ ആളുകളും മില്ലിൽ നിന്ന് പിരിഞ്ഞു പോയ ആളുകളും അങ്ങനെ എല്ലാവരും ആ സൊസൈറ്റിയിൽ മില്ലിൽ നിന്ന് കിട്ടിയ തുക അവിടുത്തെ തൊഴിലാളികളും സമീപവാസികൾ അവിടെ ഡിപ്പോസിറ്റും ഒക്കെ ചെയ്ത തുക 2,60,00,000 രൂപയോളം സൊസൈറ്റി നിക്ഷേപമായിട്ട് കിടപ്പുണ്ട്. പക്ഷേ സൊസൈറ്റി മില്ല് പൂട്ടിയതോടുകൂടി സൊസൈറ്റിയും പൂട്ടി, അവിടുത്തെ ജോലിക്കാരും പോയി. കമ്പനിയിലെ തൊഴിലാളികളും പിരിഞ്ഞുപോയവരും പ്രദേശവാസികളായിട്ടുള്ളവരുമാണ് നല്ല നിലയിൽ പ്രവർത്തിച്ചിരുന്ന എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ പണം നിക്ഷേപിച്ചത്. തൊഴിലാളികൾക്ക് ലഭിച്ച ഗ്രാറ്റുവിറ്റി ഉൾപ്പെടെയുള്ള തുകയാണ് നിക്ഷേപമായി കൊടുത്തത്. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇവർക്ക് നിക്ഷേപത്തുക ഇനിയും മടക്കി നൽകുവാൻ ബന്ധപ്പെട്ടവർക്ക് കഴിഞ്ഞിട്ടില്ല. മക്കളുടെ വിവാഹം, വിദ്യാഭ്യാസം, കുടുംബാവശ്യങ്ങൾ എന്നിവയ്ക്ക് വേണ്ടിയാണ് കരുതലായി പലരും സൊസൈറ്റിയിൽ പണം നിക്ഷേപിച്ചത്. സാമ്പത്തിക പ്രതിസന്ധിയിലായ കോട്ടയം ടെക്സ്റ്റൈൽസ് അടഞ്ഞുപോയതോടെ എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രവർത്തനവും നിശ്ചലമാവുകയായിരുന്നു. 16 മുതൽ കിട്ടാനുണ്ട്. കഴിഞ്ഞ 2016 മുതൽ കിട്ടാനുണ്ട്. എൻ്റെ 13 ലക്ഷം രൂപ സൊസൈറ്റി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ആദ്യമൊക്കെ കുറച്ച് നാളത്തൊക്കെ പലിശയൊക്കെ തന്നു, പിന്നെ ഒന്നും കിട്ടുന്നില്ല. 2-3 വർഷം പലിശ തന്നു, പിന്നെ ഒന്നുമില്ല. പലർക്കും ഉണ്ട്, ഒത്തിരി, ഏകദേശം 1.5 കോടിയോളമുണ്ട് എല്ലാവർക്കും കൂടെ ആയിട്ട്. എനിക്ക് 13 പിന്നെ അവിടെ ഒരാൾക്ക് 16 അങ്ങനെ പലർക്കായിട്ട് ഏതാണ്ട് 1.5 കോടി അടുത്തുണ്ട്. കേരള കോൺഗ്രസ് എം നേതാവും വാർഡ് മെമ്പറുമായ ബിജു പഴയപുരയ്ക്കൻ്റെ ഇടപെടലിൽ കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് ചെറിയൊരു തുക നിക്ഷേപകർക്ക് തിരികെ ലഭിച്ചിരുന്നു. 4 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ശ്രദ്ധപ്പെടുത്തി അതനുസരിച്ച് ഞങ്ങൾ ARന് പരാതി കൊടുക്കുകയും JRന് പരാതി കൊടുക്കുകയും നാട്ടുകാരെല്ലാവരും കൂടെ ഇവിടെ അടുത്ത വീട്ടിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടി. അത് കഴിഞ്ഞ് അന്നത്തെ സഹകരണ മന്ത്രിയായിരുന്ന VN വാസവൻ അവർക്ക് കൊടുക്കുകയും അതനുസരിച്ച് ഞാൻ കൂടി ഇടപെട്ട് കുറച്ച് പൈസ ഇവർക്ക് അന്ന് കൊടുപ്പിക്കാൻ സാധിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ അകത്ത് പിന്നെ ഒരു കാര്യങ്ങളൊന്നും ഇടപെട്ടിട്ടില്ല. ഇവർ ആരും എന്നോടൊന്നും സംസാരിക്കുകയും ചെയ്തിട്ടുമില്ല. പിന്നെ അങ്ങനെയാണ് കാര്യങ്ങളിലോട്ട് കടന്നു പോയിരിക്കുന്നത്. നിക്ഷേപകരിൽ പലരും രോഗികളായും ചിലർ മരണത്തിനും കീഴ്പ്പെട്ട് കഴിഞ്ഞു. പലരും ആത്മഹത്യയുടെ വക്കിലുമാണ്. 1983 പ്രവർത്തനം ആരംഭിച്ച കോട്ടയം ടെക്സ്റ്റൈൽസ് തൊഴിൽ പ്രശ്നങ്ങൾ മൂലം പലപ്പോഴും പൂട്ടുകയും പിന്നീട് തുറക്കുകയും ഒക്കെ ചെയ്തെങ്കിലും സൊസൈറ്റിയുടെ പ്രവർത്തനം വർഷങ്ങളായി നിലച്ച നിലയിലുമാണ്. i4 ന്യൂസ്, ഏറ്റുമാനൂർ.